നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഘോരവിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പാടുകാലത്തിന് ശേഷം, വളരെ നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം വക്രഗതിയിൽ വന്നിരിക്കുന്നത്. വക്രഗതിയിൽ വന്നിരിക്കുന്ന ശനി, പൊതുവെ ശനിയുടെ ദോഷം കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി, ഇങ്ങനെ നീണ്ട് ഇനിയും കുറെ ദോഷങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയുന്ന ദോഷങ്ങളാണ് ഈ പറയുന്ന ദോഷങ്ങൾ. ഈ ദോഷങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്ന കുറെ പേർക്ക് ആശ്വാസമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാരണം ശനി മാത്രമല്ല, വ്യാഴവും നമുക്ക് അനുകൂലമായിട്ട് വരും. വ്യാഴത്തിന്റെ ശുഭ അനുകൂലമായ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കും. എന്തായാലും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ മാസത്തെയും അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെയും കുടുംബങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടുതൽ ജാതക സംബന്ധമായ കാര്യങ്ങളോ പ്രശ്ന സംബന്ധമായ കാര്യങ്ങളോ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടുക. തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഏത് നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴവും ശനിയും അനുകൂലമായിട്ട് വരുമ്പോൾ ഗുണം ലഭിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് വ്യാഴം ഒരു മാസത്തോളം മൗഢ്യകാലത്തിലാണ്. എങ്കിലും വ്യാഴത്തിന്റെ വലിയ ഒരു ദോഷങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. അത്രയും ശുഭത്വമുള്ള ഒരു ഗ്രഹം വ്യാഴമായതുകൊണ്ട് വ്യാഴത്തിന്റെ ഈ മൗഢ്യത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും ഒരു മാസക്കാലം മൗഢ്യത്തിലായതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ ടൈമെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടിയും അതുപോലെ തന്നെ പൂർണ്ണ അനുഗ്രഹവും കിട്ടുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ശനിയുടെ കണ്ടകശനി, ഏഴരശനി എന്നൊക്കെ പറഞ്ഞു ഞാൻ അതിൽ വലയുന്ന ആൾക്കാർക്ക് ശനിയുടെ ദോഷം മാറാൻ പോവുകയാണ്. ശനി വക്രഗതിയിലാവുന്ന ശനിയുടെ ദോഷം ഉണ്ടാവില്ല, ദോഷം കുറയും. ഇത്രയും കഠിന ദോഷങ്ങൾ അനുഭവിച്ചവർക്ക് ആശ്വാസമാണ് ഇനി വരാൻ പോകുന്ന നാളുകൾ. കാരണം ശനി വക്രഗതിയിലാകുമ്പോൾ ശനിക്ക് ബലം കൂടുതലാണ്, ശക്തി കൂടുതലാണ്. അപ്പൊ ശനി ഇത്തരം ആൾക്കാർക്ക് ദോഷം ചെയ്യാറില്ല എന്നുള്ളതാണ് പൊതുവെ ജാതകത്തിൽ പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ശനിയുടെ അനുഗ്രഹം കിട്ടുന്നതും വ്യാഴത്തിന്റെ അനുഗ്രഹവും ഒപ്പം ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് മിഥുനം രാശിയിൽ വരുന്ന മകീരം, പുണർദം, തിരുവാതിര നക്ഷത്രക്കാര്. അതായത് മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാര് മിഥുനം രാശിയിൽ വരുന്ന ഈ പറയുന്ന 3 നക്ഷത്രക്കാർക്ക് ഈ ശനിയുടെയും വ്യാഴത്തിന്റെയും അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടും. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച്, മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 2ാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മൗഢ്യകാലം കഴിയുമ്പോഴേക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു ഗതി മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. കാരണം ഈ വ്യാഴത്തിന്റെയും ശനിയുടെയും അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് മിഥുനം രാശിക്കാർ. ഇവരുടെ പല പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും വ്യാഴത്തിന്റെ ഒരു മാസക്കാലം കഴിയുമ്പോഴേക്ക് തന്നെ പൂർണ്ണമായിട്ടും നടക്കാൻ തുടങ്ങും. ശനിയുടെ അനുഗ്രഹം ചൊരിയുന്നതും കൂടിയാണ്. ഈ 2 കാര്യങ്ങളും ഒത്തുവരുമ്പോൾ പൂർണ്ണമായിട്ടും ഇവരുടെ ജീവിതം ഒരു പച്ച പിടിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം തന്നെ ഈ ജീവിതം പിടിച്ചു വരും എന്ന് പറയുന്നതോടുകൂടി തന്നെ ശനിയുടെയും വ്യാഴത്തിന്റെയും ദോഷങ്ങളുടെ കാഠിന്യം കുറയാൻ പോവുകയാണ്. അപ്പോൾ ഈ കുറയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ അതിന് വേണ്ട വഴിപാടുകളും ചെയ്ത് അവരെ സന്തോഷിപ്പിക്കേണ്ടതും കൂടിയാണ്. അതിനോട് കൂടിയിട്ട് ദോഷങ്ങളെല്ലാം മാറിപ്പോകും. ഇവർ വിചാരിച്ച പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയും. ജോലിയെല്ലാം വർഷങ്ങളായിട്ട് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരുണ്ടാകാം, അവർക്ക് ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം. അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഈ ഒരു നിൽപ്പ്. ഈ 2 ഗ്രഹങ്ങളുടെയും, ഒരാളുടെ വക്രഗതിയും ഒരാളുടെ അനുഗ്രഹവും ചേരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പരിശ്രമം പാഴായി പോകില്ല എന്നുള്ള ഉറപ്പിച്ച് തന്നെ പറയാം. എന്തായാലും ഈ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അപ്പൊ അടുത്ത രാശി കന്നി രാശിയാണ്. കന്നി രാശിയിൽ വരുന്ന
ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ടും ലഭിക്കാൻ പോകുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് ശനി 7-ാം ഭാവത്തിലും കണ്ടകശനിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാഴം 11-ലുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 11-ൽ നിൽക്കുന്ന ഏത് ഗ്രഹവും ശുഭത്വം നൽകും എന്നാണ് ജ്യോതിഷ പ്രമാണങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ശനിയുടെ കണ്ടകശനിയാണ് എങ്കിൽ പോലും ശനി വക്രഗതിയിലായതുകൊണ്ട് ശനിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. ദോഷങ്ങൾ തീർന്ന് പൂർണ്ണ അനുഗ്രഹം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവരുടെയും പല മോഹങ്ങൾ പൂവണിയാൻ പോവുകയാണ്. ജീവിത സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് മോശമായതിനെ തുടർന്ന് ജീവിതം തന്നെ മടുത്തവരായിരിക്കും മിക്കവാറും കന്നി രാശിക്കാർ ഉണ്ടാവുക. കാരണം പാഴ്ചിലവുകൾ ജീവിതത്തിൽ അധികമായി വരുന്നു. നമ്മൾ ദിവസവും ജോലി ചെയ്യുന്നു, അതിൽ നിന്നും നമുക്ക് ഒരു മിച്ചവും ഇല്ലാതെ പോകുന്നു, വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നു. അങ്ങനെയുള്ള അനുഭവമുള്ളവരായിരിക്കും കന്നി രാശിക്കാർ. അങ്ങനെ അനുഭവമുള്ള കന്നി രാശിക്കാർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്തി ഇവിടെ പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിനോട് തന്നെ ദോഷങ്ങൾ കുറയാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിച്ചതിന് വിശ്വസിക്കാം. അപ്പൊ അതുപോലെ കന്നി രാശിയിൽ ഉള്ള നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും നടന്നു കിട്ടും എന്നുള്ളതാണ്. വീട് വർഷങ്ങളായിട്ട് വാടകയ്ക്കെല്ലാം താമസിക്കുന്നവർ, ക്വാർട്ടേഴ്സിലെല്ലാം താമസിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് ഈ സമയത്ത് വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു വീടിന് ശ്രമിച്ചിട്ട് വീടിന്റെ പണി നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അവർക്കെല്ലാം ഒരു ആശ്വാസം എന്നോണം അവരുടെ ഒരു സ്വപ്നം പൂവണിയാൻ പോകുന്ന ഒരു സമയം കൂടിയായിട്ട് കാണണം. അതുപോലെ എംപ്ലോയ്മെന്റിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നിൽക്കുന്നവർക്ക് ഒരു ഗത്യന്തരമില്ലാതെ ഒരു ജോലിയും ഇല്ലാതെ നിൽക്കുന്നവർക്കൊക്കെ എംപ്ലോയ്മെന്റിൽ നിന്ന് ഒരു വിളി വരാൻ ഒരു ലെറ്റർ നിങ്ങളെ ജോലിക്ക് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. മിക്കവാറും ഈ എംപ്ലോയ്മെന്റിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ, കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു അനുഗ്രഹമാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ വിവാഹ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നവർക്ക്, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പര വേർപെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഒത്തുചേരലിനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു വ്യാഴത്തിന്റെയും അതുപോലെ തന്നെ ഈ ശനിയുടെയും അനുഗ്രഹം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കന്നി രാശിക്കാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണ് നോക്കാം. അടുത്ത രാശി ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ. ഈ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ്, പലരും ചോദിക്കും, വ്യാഴം അഷ്ടമത്തിലല്ലേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ശരിയാണ്, വ്യാഴം അഷ്ടമത്തിലാണ്. പക്ഷെ ഇവിടെ ശനി 4-ാം ഭാവത്തിൽ കണ്ടകശനിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശനി വക്രഗതി ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. കാരണം ശനിയുടെ വക്രഗതി ഇതുവരെ കണ്ടകശനി ദോഷങ്ങൾ അനുഭവിച്ച കുടുംബത്തെല്ലാം ദോഷങ്ങളും പ്രശ്നങ്ങളും നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ധനുരാശിക്കാർക്ക് ശനിയുടെ ഈ വക്രഗതി കൊണ്ട് ആ ദോഷങ്ങളെല്ലാം നീങ്ങി അനുഗ്രഹം ചൊരിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യാഴം അഷ്ടമത്തിലാണെങ്കിലും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അഷ്ടമാധിപത്യ ദോഷം കുറഞ്ഞു കിട്ടാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ വ്യാഴത്തിന്റെ ഈ അഷ്ടമസിദ്ധി നമ്മൾ നോക്കേണ്ടതില്ല. ശനിയുടെ ഈ വക്രഗതിയിൽ ഇവിടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ശനിയുടെ ദോഷങ്ങളെല്ലാം അകന്ന് എല്ലാം അനുഗ്രഹമായിട്ട് വരുന്നതായിരിക്കും. ഒരു തിരിച്ച് ഒരു ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും നടക്കുക. ഇതുവരെ ദോഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗുണങ്ങളായിരിക്കും നിങ്ങൾ അനുഭവിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും ഈ പറയുന്ന ധനുരാശിക്കാർക്ക് ലഭിക്കും. കാരണം ഇവിടെ ഒരുപാട് പ്രയത്നങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടവരുണ്ടാകാം, ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടാകാം, ഹാർഡ് വർക്കുകൾ ചെയ്യുന്നതായിരിക്കാം, ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം പണം മുടക്കിയിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അതൊക്കെ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നവരായിരിക്കാം മിക്കവാറും. അങ്ങനെ പരാജയപ്പെട്ടയിടത്തു നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതം പാടെ മാറുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം എന്നോണം നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളെ കണ്ടു പഠിക്കി എന്നുള്ള ഒരു സംസാരം നാട്ടിലുടനീളം വരാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആ ഒരു കുണ്ടിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന് ജീവിതം പടുത്തുയർത്താൻ പോവുകയാണ്. ആ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. എല്ലാ സൗഭാഗ്യങ്ങളും ഈ ധനുരാശിക്കാർക്ക് ലഭിക്കും. കാരണം വർഷങ്ങളായിട്ട് വിദേശത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവാം. അവർക്ക് പ്രത്യേകിച്ച് വിദേശത്ത് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഇവർക്ക് പ്രത്യേകിച്ച് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം
അവിടെ തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥയാണ്. ജീവിതം അവിടെ തന്നെ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. കാരണം അവിടെ അവിടുത്തെ ശമ്പളം അവിടെ തന്നെ ചെലവാക്കി പോകുന്ന, ജീവിതം കഴിഞ്ഞു പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. നാട്ടിലൊക്കെ അവർ പറയുമ്പോൾ വിദേശത്താണ്, വലിയ ജോലിയാണ്, അവർക്ക് വലിയ ശമ്പളമുണ്ട്, അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും അല്ല. ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതം മറ്റുള്ളവർ നോക്കിക്കാണുന്ന പോലെയല്ല. ഇവർക്ക് പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും അവർ ജീവിച്ചു പോകുന്നത് എന്ന് പലർക്കും അറിയാറില്ല. എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. പുതിയ ജോലി കണ്ടെത്താനും അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ ഒരു ശമ്പള വർധന ഉണ്ടാവാനും മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ധനുരാശിക്കാർക്ക്. ഈ കണ്ടകശനിയുടെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുകയാണ്. അതോട് തന്നെ പിന്നെ അനുഗ്രഹം വരികയാണ്. അനുഗ്രഹം വരുമ്പോൾ ഈ തിരിച്ച് നമ്മൾ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അപ്പാടെ തിരിച്ചും മോക്ഷം ലഭിക്കുന്ന മാതിരി പെട്ടെന്നൊരു സമാധാനം കിട്ടുകയാണ്. ആ സമാധാനം മെല്ലെ 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 നമുക്ക് കൂടുതൽ ഗുണങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. എന്തായാലും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങൾ വന്നു പോയവർ അതൊക്കെ വീണ്ടും വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ വിവാഹം ഒത്തുവരാനോ ഒക്കെ ഉള്ള സാധ്യത ഉള്ള സമയമായിരിക്കും ധനുരാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ഈ ധനുരാശിക്കാർക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി മീനം രാശിയാണ്. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കാണ് ഈ പറയുന്ന ഈ ശനിയുടെ വക്രഗതി കൊണ്ട് ഗുണം സംഭവിക്കാൻ പോകുന്നത്. വ്യാഴം 5-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് വ്യാഴം നല്ല സ്ഥാനത്താണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശനിയുടെ വക്രഗതി, ജന്മശനി എന്നൊക്കെ പറയും, ഏഴരശനി, ജന്മശനി എന്നൊക്കെ പറയുമെങ്കിൽ കൂടിയിട്ട് ഇവർക്ക് ശനിയുടെ വക്രഗതി കൊണ്ട് ധാരാളം ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വ്യാഴത്തിന്റെ ഒരു 5-ാം ഭാവത്തിലുള്ള ആ ഒരു സ്ഥിതിയും ഇവർക്ക് നല്ല അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. കാരണം വ്യാഴം ഒരു മാസക്കാലം മൗഢ്യമാണ്. അതിനുശേഷം ഇവർക്ക് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തിയിൽ ഇവരുടെ ജീവിതം എത്തും. ഇവർ ഉദ്ദേശിക്കുന്ന പല പ്രവർത്തികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ധാരാളം സമ്പത്ത് ലഭിക്കാൻ കഴിയും. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സമയമായി വരുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നിലവിൽ ജോലിയിൽ ശമ്പള വർധനവ് ഉണ്ടാകും. അതായത് നമുക്ക് ഒരു പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുക. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒരുപാട് കാലം പല സ്ഥലത്തും ഒരു ജോലി ചെയ്തിട്ടുണ്ടാവാം. കാരണം അവർക്ക് അവരുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തേക്കൊക്കെ വരാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഈ ഒരു സമയം അവർക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. അവർ ഉദ്ദേശിക്കുന്ന മാതിരി അവരുടെ ജോലി ട്രാൻസ്ഫർ ആയി കിട്ടാനൊക്കെ സാധിക്കുന്ന സമയമായിരിക്കും. ഇതിന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി നിങ്ങളുടെ ജീവിതം പോകും എന്നുള്ള കാര്യം തർക്കമില്ല. ഇതുവരെ നിങ്ങളുടെ ജീവിതം അത് വേറെ രീതിയിൽ കൂടെ പോയെങ്കിൽ ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി മുന്നോട്ട് പോകുന്ന ഒരു സമയം കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ശ്രമം നടത്തി മുന്നോട്ട് പോവുക. എന്തായാലും ധനുരാശിയിൽ വരുന്ന ഈ പറയുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും. വിദേശവാസം കൊണ്ട് ഇവർക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഒരു അനുകൂലമായ നിലപാടെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ ആത്മീയ യാത്രകൾ ഇവരെ സന്തോഷത്തിന്റെ ഒരു നെറുകയിൽ എത്തിക്കുന്ന സമയമായിരിക്കും. സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയമായിരിക്കും. കുടുംബാന്തരീക്ഷം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയം എത്തിവരികയാണ്. എന്തായാലും ഈ ധനുരാശിയിൽ വരുന്ന എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ നിങ്ങളുടെ ജാതക സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടില്ല, ഇത്രയും കാലം നിങ്ങളുടെ ജീവിതം പരാജയത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നമുക്ക് പരിഹാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.